ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് ഇന്ന് PSC ചർച്ച ചെയ്യും. രാവിലെ 10 മണിക്കാണ് PSC യോഗം. വെള്ളിയാഴ്ചയാണ് ആഭ്യന്തര വിജിലൻസ് PSCക്ക് റിപ്പോർട്ട് കൈമാറിയത്. പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പാളിച്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. റിപ്പോർട്ടിന്മേൽ വിശദമായി ചർച്ച ചെയ്യാനാണ് PSC കമ്മീഷന്റെ തീരുമാനം. പരീക്ഷാ ക്രമക്കേടിൽ കേസെടുക്കുന്നതിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അന്വേഷണം നടത്തണമെന്ന് ശുപാർശ ചെയ്തുള്ള SITയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് DGPക്ക് കൈമാറും. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, വെരി ഗുഡ് മോർണിംഗ്. സുനിഷ, പാളിച്ചയുണ്ടായി എന്നുള്ളത് അന്ന് തന്നെ PSCക്ക് ബോധ്യമായ കാര്യമാണ്. പാളിച്ചയുള്ളത് കൊണ്ടാണ് വിവരാവകാശ നിയമപ്രകാരം ഈ ഉത്തരക്കടലാസ് നമ്മൾ അപേക്ഷിച്ചിട്ടും അതൊന്നും തരാതെ PSC ഒളിച്ചു കളിച്ചത്. അതേ PSC തന്നെയാണ് ഇന്നിപ്പോൾ ഈ പാളിച്ചയുണ്ടായി എന്ന് ഒരു കമ്മീഷൻ കണ്ടെത്തി, ആഭ്യന്തര അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിലെ കൗതുകപരമായിട്ടുള്ള കാര്യം. പക്ഷേ PSC ചെയർമാനെ അന്നും ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്നും അതിനുള്ള സാധ്യതയുണ്ടല്ലേ സുനിഷ ഏലൂർ? ഉറപ്പായിട്ടും അരുൺ, അതിനുള്ള സാധ്യതകളെല്ലാം തന്നെ കാണുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആഭ്യന്തര വിജിലൻസ് ഈ റിപ്പോർട്ട്, പാളിച്ചകൾ സംഭവിച്ചു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അത് PSCക്ക് കൈമാറിയിരുന്നത്. ആ വിഷയത്തിൽ ഇന്ന് പൂർണ്ണമായും വലിയ തരത്തിൽ അത് ചർച്ചയാകുന്നു PSC കമ്മീഷൻ എന്നുള്ളതാണ്. ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോക്കുക എന്നുള്ളത് തന്നെയായിരിക്കും. ഈ ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 ചോദ്യങ്ങൾ, അതെങ്ങനെയാണ് മൂല്യനിർണ്ണയം നടത്താതെ മുന്നോട്ട് പോയത് എന്നുള്ളത് തന്നെയാണ്. 100 മാർക്കിന്റെ കാര്യത്തിൽ 58 മാർക്കിന്റെയും ഉപയോഗിക്കാതെ അല്ലെങ്കിൽ അത് പരിഗണിക്കാതെ മൂല്യനിർണ്ണയം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യക്ഷ തന്നെ പാളിച്ചകൾ ഉണ്ട് എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി സ്വാഭാവികമായും ഇതിനൊരു തുടരന്വേഷണം എന്നുള്ളതാണ് പറയേണ്ടത്. പക്ഷേ SITയുടെ അന്വേഷണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ആ അന്വേഷണവുമായി സഹകരിക്കുക എന്നുള്ളതായിരിക്കും PSC മുന്നോട്ട് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ SITയുടെ അന്വേഷണ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അത് ഇന്ന് DGPക്ക് കൈമാറുകയും ചെയ്യും. കേസ് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് SIT ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത തുടർ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നിലവിൽ ചോദ്യം ചെയ്യലുകളിലൂടെ, പ്രാഥമിക പരിശോധനകളിലൂടെ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഈ കേസെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു ആവശ്യമാണ് SIT പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ തന്നെ ഈ പരീക്ഷാ വിഭാഗത്തിലെ 3ഓളം ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് SIT കടന്നിരുന്നു. ഒപ്പം പല രേഖകളും ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇന്ന് DGPക്ക് കൈമാറുമെന്നുള്ളതാണ്. സമയം ഏത് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് DGPക്ക് കൈമാറും. അങ്ങനെയെങ്കിൽ കേസെടുത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് PSCയിൽ ഒരു കേസെടുത്തൊരു അന്വേഷണം എന്നത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ മറുഭാഗത്ത് ആഭ്യന്തര വിജിലൻസിന്റെ റിപ്പോർട്ട് 10 മണിക്ക് ചേരുന്ന PSC യോഗം അത് ചർച്ച ചെയ്യുകയും ചെയ്യും. അരുൺ, ഓക്കെ, താങ്ക് യു. സുനിഷ ഏലൂരാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PSC പരീക്ഷാ ക്രമക്കേടിൽ നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആഭ്യന്തര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് PSC യോഗം വിശദമായി ചർച്ച ചെയ്യും.